500 ഗണിത ചോദ്യങ്ങളിൽ 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ്. അതോടൊപ്പം അതിൻ്റെ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു ക്ലോക്കിലെ സമയം 6:15 ആയാൽ അതിൻ്റെ പ്രതിബിംബ സമയം എത്ര? അപ്പൊ കണ്ടുപിടിക്കുന്നത് എന്താ? പ്രതിബിംബ സമയമാണ്. ഏത് സമയത്തിന്റെ? 6:15. 6:15 പ്രതിബിംബ സമയം എങ്ങനെ കണ്ടെത്തും? ഇത് 12 നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. 6:15. 12 നിന്ന് 6:15 കുറയ്ക്കാനുള്ള കുറേ കൂടി എളുപ്പ വഴി എന്താണെന്നറിയോ? 12 പകരം 11:60 എടുക്കുക. 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ്. 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് എന്ന് പറയാൻ എത്രയാ? 12 മണി തന്നെ. അപ്പൊ 12 മണിയിൽ നിന്ന് കുറക്കുന്നതിന് പകരം 11:60 നിന്ന് കുറക്കുക 6:15. 60 നിന്ന് 15 പോയാൽ 45. 11 നിന്ന് 6 പോയാൽ 5. 5:45 ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 8:20 ആണ്. ഇതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് കണ്ടുപിടിക്കുന്നത്. സമയത്തിനാണ് 8:20. 8:20 ആകുമ്പോൾ മണിക്കൂർ സൂചി ഒരു സ്ഥലത്ത് പോയി നിൽക്കും, മിനിറ്റ് സൂചി ഒരു സ്ഥലത്ത് പോയി നിൽക്കും അല്ലേ? അപ്പൊ അതിന്റെ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ഒരു ചോദ്യത്തിന്റെ എളുപ്പത്തിൽ ഉത്തരം കാണാൻ എന്താ വഴി എന്നറിയോ? ആദ്യം ഒന്ന് ചിത്രം റഫായിട്ട് വരച്ചു നോക്ക്. എന്നിട്ട് ഇതാ ഇവിടെ 12, 6, 9, 3, 1, 2, 4, 5, 7, 8, 10, 11. 8:20 സമയം. 8:20 എങ്ങനെയാ വരിക? മണിക്കൂർ സൂചി ഇവിടെ വരും. 8-നും 9-നും ഇടയിലെ മിനിറ്റ് സൂചി 4-ന്റെ മുകളിലും. ഈ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോണളവ് കാണാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ? 8-ൽ നിന്ന് 4 കുറയ്ക്കുക. 8-ൽ നിന്ന് 4 കുറച്ച് എത്രയാ? 4. അതിനെ 30 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 120. തീർന്നോ? ഇല്ല. പിന്നീട് 4-ന്റെ 3 ആണല്ലോ അല്ലേ? 4-ന്റെ 3 8:20. 20. 20-ന്റെ പകുതി എത്രയാ? 10. ആ 10 ഇതിന്റെ കൂടെ കൂട്ടുക. അപ്പൊ എത്രയാ? 130 ഡിഗ്രിയാണ് ഈ കോണളവ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, 10 എന്തിനെ കൂട്ടുന്നത്? കുറച്ചാൽ കുഴപ്പമൊന്നുമില്ലേ? അതാ ഓർമ്മിക്കേണ്ടത്. അതായത് ഈ മണിക്കൂർ സൂചി 8-നും 4-നും ഇടയിലാണെങ്കിൽ ഇതിവിടെ കുറക്കുക വേണ്ടത്. പക്ഷെ അത് 8-നും 9-നും ഇടയിലാണ്. 8-ന്റെ അപ്പുറത്തേക്ക് പോയപ്പം 10 കൂട്ടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് 130 ഡിഗ്രി ആകുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. 2019 ഏപ്രിൽ 17 ബുധനാഴ്ചയായാൽ 2019 ജൂൺ 12 ഏത് ദിവസമാണ്? അപ്പൊ 2019 ജൂൺ 12 ഏത് ദിവസമാണെന്ന് ചോദ്യം. അതിനെ നമുക്ക് തന്നിട്ടുള്ള എന്താ? 2019 ഏപ്രിൽ 17 ബുധനാഴ്ചയാണ്. കണ്ടുപിടിക്കുന്നത് 2019 തന്നെ ജൂൺ 12 ഏത് ദിവസമാണ്? ഇതെങ്ങനെ കാണും? ഇത് കാണാനുള്ള വഴി 2019 ഏപ്രിൽ 17 മുതൽ 2019 ജൂൺ 12 വരെ ആകെ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഏപ്രിൽ 17 മുതൽക്ക് ഏപ്രിൽ മാസം എത്ര ഉണ്ട്? 14 ദിവസം. ഏപ്രില് 14 ദിവസം. മെയ്യിലോ 31 ദിവസം. ജൂണിലോ ജൂൺ 12. ഇത് കൂട്ടിയാലോ 14, 31, 45, 12, 57. ഇതിനെ 7 കൊണ്ട് ഹരിക്കുക.
7 8 56. ബാക്കി എത്ര ഉണ്ട്? 1. അതായത് ഈ ഒരാഴ്ചയും കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ ബുധൻ തന്നെയാണ് അതിന്റെ ഉത്തരം. പ്ലസ് എന്നാൽ ഹരണവും, ഗുണനം എന്നാൽ വ്യവകലനവും, ഹരണം എന്നാൽ ഗുണനവും, വ്യവകലനം എന്നാൽ പ്ലസും ആയാൽ 15 + 3 - 8 ഗുണിക്കണം 4 ഹരിക്കണം 2ന്റെ വില. 15 + 3 - 8 ഗുണിക്കണം 4 ഹരിക്കണം 2ന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നമല്ല ഇതിലുള്ള യഥാർത്ഥ ചിഹ്നം. അത് ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യാൻ തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. എന്താണ്? പ്ലസ് എന്നാൽ ഹരണം ആണ്, ഗുണനം എന്നാൽ വ്യവകലനം ആണ്, ഹരണം എന്നാൽ ഗുണനം ആണ്, വ്യവകലനം എന്നാൽ പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇത് മാറ്റി എഴുതുക എന്നതാണ് ആദ്യത്തെ നമ്മുടെ ജോലി. അപ്പോൾ 15 പ്ലസിന് പകരം ഹരണം 3, മൈനസിന് പകരം പ്ലസ് 8, ഗുണനത്തിന് പകരം വ്യവകലനം -4, ഹരണത്തിന് പകരം ഗുണനം 2. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹരണം ചെയ്യണം, പിന്നീട് ഗുണനം ചെയ്യണം, അതിനുശേഷം സങ്കലനം 3ാമത്തത് വരും, ഇത് 4ാമത്തത് വരും. ഇതാണ് 1ാമത്തത്, ഇത് 2ാമത്തത്. 15 ഹരിക്കണം 3 എത്രയാണ്? 5 പ്ലസ് 8 മൈനസ് 4 ഗുണിക്കണം 2 8. ഇനി അടുത്ത ചെയ്യണതാ 5ഉം 8ഉം കൂടെ കൂട്ടുക. 13 മൈനസ് 8, അതായത് 5 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. സമാന ബന്ധം കണ്ടെത്തുക. 3:72 പ്രപ്പോർഷൻ 4:-- അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. A 61, B 46, C 58, D 72. 3:72 പ്രപ്പോർഷൻ 4:-- ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാ? 61, 46, 88, 72. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് തമ്മിലുള്ള ബന്ധം അനുസരിച്ചുള്ള സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഓപ്ഷൻസ് ഇതിലെ ഒത്തുവരികയും വേണം. നമുക്ക് ഒരുപാട് ബന്ധം കണ്ടുപിടിക്കാൻ പറ്റും. 3 ഗുണിക്കണം 24 72, 4 ഗുണിക്കണം 24 96, പക്ഷെ 96 അറിയാത്തില്ല. 3 സ്ക്വയർ 9 ഗുണിക്കണം 8 എന്നുള്ളത് 2 ക്യൂബ്, അത് 8ആണല്ലോ 72. അപ്പം 3 സ്ക്വയറിന് പകരം 4 സ്ക്വയർ 16. ഇനി 2 ക്യൂബാണ് എടുക്കുന്നതെങ്കിൽ 16 8 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഇതിനകത്തില്ല. ഓക്കെ, അപ്പൊ വേറെന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കേണ്ടി വരും. 7 2 കൂടെ കൂട്ടി എത്രയാണ്? 9 അല്ലേ? അതെന്താ? 3 സ്ക്വയർ ആണ്. 7 പ്ലസ്. അങ്ങനെയെങ്കിൽ 4 സ്ക്വയർ എത്രയാ? 16. അങ്ങനെ 16 കിട്ടുന്ന ഏതെങ്കിലും സംഖ്യ ഇതിനകത്തുണ്ടോ? ഉണ്ട് അല്ലേ? എത്രയാ? 88. 8 പ്ലസ് 8 16. അപ്പൊ ഈ 4 ഓപ്ഷൻസിലെ ഇത് മാത്രമേ ഇതിൽ ശരിയാവുള്ളൂ.